വീണ്ടും റിവീൽ ടുഡേ മീഡിയയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ശുശ്രൂഷകൾ അനുഗ്രഹമാണെന്ന് കേൾക്കുന്ന ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ആണ്ടിൻ്റെ ആരംഭങ്ങളിൽ തന്നെ ദൈവവചനത്താൽ ജീവനും ചൈതന്യമുള്ള ഇരുവായുത്തിലുള്ള വാളിനേക്കാൾ മൂർച്ചയുള്ള ആത്മാവിനെയും പ്രാണനെയും സന്ധിമഞ്ചകളെയും വേർപിടിവിക്കും വരെ തുളച്ചേലുന്ന ദൈവവചനത്താൽ തന്നെ നമുക്ക് ശക്തിപ്പെടാം. ഇന്നത്തെ ഒരു ചിന്ത, അനുസരണമാണ് നമ്മെ അനുഗ്രഹത്തിലേക്ക് കൊണ്ടുപോകുന്നത്. റിപ്പീറ്റ് ഇറ്റ്. അനുസരണമാണ് നമ്മളെ അനുഗ്രഹത്തിലേക്ക് കൊണ്ടുപോകുന്നത്. നമുക്കറിയാം, 2 രാജാക്കന്മാർ 4-ാം അധ്യായത്തിൽ എലീശയുടെ അടുക്കിലേക്ക് ഒരു വിധവ് വരുന്നുണ്ട്. കടക്കാർ വന്ന് നിൽക്കുകയാണ് അവിടെ കുഞ്ഞുങ്ങളെ കൊണ്ടുപോകാൻ. അന്നത്തെ കാലഘട്ടങ്ങളിൽ അടിമകളായിട്ട് കൊണ്ടുപോകാൻ. താങ്ക് യു ജീസസ്. ആ സന്ദർഭങ്ങളിൽ അവരെ കൊണ്ടുപോയാൽ ആ പൈസ അല്ലെങ്കിൽ ആ ബാധ്യതപ്പെട്ടത് കൊടുത്ത് തീർക്കും വരെ ഇവർ അടിമപ്പണി ചെയ്യണം. പ്രത്യേകം ശ്രദ്ധിക്കണം, അവർക്ക് വേറെ ബാങ്കോ അല്ലെ മറ്റു വ്യക്തികളുടെ അടുക്കിലേക്കല്ല പോയ, പ്രവാചക ശിഷ്യന്റെ ഭാര്യയാണ്. അവിടെ ഭർത്താവ് ഒരു ഭക്തനായിരുന്നു. അവൾ ഓടി പ്രവാചകന്റെ അടുക്കിലേക്ക് വീണ്ടും ചെല്ലുകയാണ്. ഇങ്ങനെയൊക്കെ വന്ന് കടക്കാർ നിൽക്കുന്നു, ഞാൻ എന്ത് ചെയ്യണം? അദ്ദേഹം ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്, ഞാൻ എന്താണ് നിനക്ക് ചെയ്തു തരട്ടെ? അതിൽ നിന്നൊരു സന്ദേശം പരിശുദ്ധാത്മാവെന്ന് പറയാനുള്ളത്, നീ ദൈവത്തിന്റെ സന്നിധിയിൽ ഏത് വിഷയം, വാട്ടർ ഇറ്റ് മേ ബി നോ മാറ്റർ, മെറ്റീരിയൽ ഓർ സ്പിരിച്വൽ ഫിസിക്കൽ, ഹീസ് റെഡി. ചോദിക്കുകയാണ്, ഞാൻ എന്താണ് നിനക്ക് ചെയ്തട്ടെ? അവിടെ തീരുന്നില്ല. രണ്ടാമത് ചിന്തിക്കുകയാണ്, വാട്ട് ഡു യു ഹാവ് ഇൻ യുവർ ഹൗസ്? എന്തുണ്ട് നിന്റെ കയ്യിൽ, നിന്റെ ഭവനത്തിൽ എന്തുണ്ട്? ഇത് ഞാൻ അനുസരണത്തെക്കുറിച്ചാണ് പറയുന്നത്. ഉടനെ ഒരു ജോലി പ്രവാചകൻ അവർക്ക് കൊടുക്കുക. ഇത് എൻ്റെ കയ്യിൽ ഇത്രയും പൈസയേ ഉള്ളൂ, നന്മയുള്ള ഇതാ കൊണ്ടുപോയി, പ്രശ്നം തീർക്കുന്നില്ല അദ്ദേഹം പറഞ്ഞു. ചിലരൊക്കെ ചോദിക്കും, ഇവർക്കൊക്കെ കൊടുത്ത് ഇങ്ങനെ ചില കാര്യങ്ങൾ ചെയ്യല്ലോ. തീർച്ചയായിട്ടും ചെയ്യും, ഞാനും ചെയ്യുന്ന ആളാണ്. ദൈവകൃപയിൽ നിൽക്കുന്ന ഒരു ദൈവത്തിൻ്റെ ദാസൻ അവർ വാങ്ങുക മാത്രമല്ല, അവർ കൊടുക്കുകയും ചെയ്യുന്നവർ തന്നെയാണ്. എന്നാൽ ഇവിടുത്തെ തലം അതല്ല. ചെറിയ കാര്യങ്ങൾ കൊണ്ട് തീരത്തില്ല. ഞാൻ പലപ്പോൾ പറയുന്നൊരു കാര്യമുണ്ട്. ഞാൻ റേഷൻ കടയിൽ ഒരു പൗരനായതുകൊണ്ട് ഞാൻ കടയിൽ പോയി സാധനങ്ങൾ വാങ്ങുമ്പോൾ എന്നോടൊരാൾ ചോദിക്കുകയാണ് അല്പം പഞ്ചസാരയും കാര്യങ്ങളും, ഞാൻ അവർക്ക് കൊടുക്കും. ഒരു 3-4 ദിവസം ആകുമ്പോൾ ഞാൻ അവരോട് ചോദിക്കുന്ന ചോദ്യം, നിങ്ങൾക്ക് കാർഡില്ലേ എന്നൊരു ചോദ്യം ചോദിക്കും. ആദ്യകാലം മുതൽ സഭയിൽ വരുന്നവരോട് ഞാൻ യേശുവിനെയാണ് പഠിപ്പിക്കുന്നത്. ആ വലിയവനായ ദൈവത്തിലേക്ക് നോക്കാനാണ് ഞാൻ ജനങ്ങളെ പഠിപ്പിക്കുന്നത്. മനുഷ്യരിൽ ആശ്രയിക്കാൻ, അല്ലെ അവർ മനുഷ്യനിൽ ആശ്രയിച്ചുകൊണ്ട് തന്നെ ഇരിക്കും. ദൈവത്തിൽ ആശ്രയിക്കാനായിട്ട് അവരെ പഠിപ്പിക്കണം. ചെറിയ സപ്പോർട്ട് അവർ കൊടുക്കുമ്പോൾ പോലും ആ വലിയവനായ ദൈവത്തിലേക്ക്. ഒരു കുഞ്ഞൊരിക്കൽ ഒരു ഫ്രൂട്ട്സ് കടയുടെ മുമ്പിൽ നിൽക്കുമ്പോൾ ആ കുഞ്ഞെ, നമുക്കറിയാം കുഞ്ഞുങ്ങൾ അവരെ നിഷ്കളങ്ക മനസ്സോടെ അത് നോക്കുമ്പോൾ, ഒരു വിദേശത്ത് നടന്ന കാര്യമാണല്ലോ. നമ്മുടെ ഇവിടെ ആണെങ്കിൽ പോട്ട് ഒരു മുന്തിരി വേണമെങ്കിൽ പറയാം, അവിടെ ചെറിയെന്നാ പറഞ്ഞ് ആ കടയുടെ ഉടമ അമ്മയും കുഞ്ഞിനോടും പറഞ്ഞു. അപ്പം കുഞ്ഞിനോട് പറഞ്ഞു, മോനെ എടുത്തോടാന്ന് പറഞ്ഞു, നീ വാരി എടുത്തോളാൻ പറഞ്ഞു. ആ കുഞ്ഞ് എടുക്കുന്നില്ല. ഒടുവിൽ അദ്ദേഹം ഇറങ്ങി വന്ന് അദ്ദേഹത്തിൻ്റെ കൈ കൊണ്ട് വാരി ആ കുഞ്ഞിൻ്റെ കയ്യിൽ കൊടുത്തു. 2 കൈ കൊണ്ടും പിന്നെ അല്ലാതെ ആ കുഞ്ഞത് എടുത്തു. വീട്ടിൽ വന്നപ്പോൾ അമ്മ ചോദിച്ചു, ആ അങ്കിൾ എത്ര വട്ടം തന്നെ നിർബന്ധിച്ചു, നീ എന്താ അത് ചെയ്യാൻ, എന്താ അനുസരിക്കാൻ? അമ്മ, എൻ്റെ കൊച്ചു കൈ, അവനറിയാം അവൻ്റെ കയ്യിൽ 3-4 മുന്തിരിക്കുള്ളിൽ കൊള്ളത്തില്ല. വലിയ കരമായിരുന്നു. വലിയവനായ ദൈവം ആരാണെന്ന് തിരിച്ചറിയുമ്പോൾ ഓക്കെ, ദൈവം കുറുകിത പിന്നീട് ചിന്തിക്കാം. പെട്ടെന്ന് പ്രവാചകൻ അവളോട് പറയുന്ന വാക്കിതാണ്, എന്തുണ്ട് നിന്റെ കയ്യിൽ? എൻ്റെ വീട്ടിൽ അല്പം എണ്ണയല്ലാതെ വേറെ ഒന്നുമില്ല, അല്പം എണ്ണയല്ല. അദ്ദേഹം ഉടനെ കൊടുക്കുന്ന ടാസ്ക്, ഒരു ജോലി കൊടുക്കുകയാണ്. യേശു അവൻ്റെ കണ്ണിൽ ചേറ് പുരട്ടി ശിലോഹം കുളത്തിൽ പോകാൻ ഒരു ജോലി തരുന്ന പോലെ കർത്താവ് പറയുകയാണ്, നീ പോയി വെറും പാത്രങ്ങൾ കടം വാങ്ങി, ബോറോ എംപ്റ്റി വെസൽസ് ഫ്രം യുവർ നെയ്ബേഴ്സ്. അത് അനുസരണത്തിൻ്റെ ഒന്നാമത്തെ അനുസരണമാണ്. ദൈവസന്നിധിയിലേക്ക് വിഷയം കൊണ്ടുവരുന്നത്. പ്രവാചകന്റെ അടുക്കൽ കൊണ്ടുവരിക എന്ന് പറയുമ്പോൾ, പാസ്റ്ററുടെ അടുക്കൽ കൊണ്ടുവരിക എന്ന് പറയുമ്പോൾ, ദൈവത്തിൻ്റെ അടുക്കൽ കൊണ്ടുവരിക. നമ്മൾ ഇന്ന് കേൾക്കുന്ന ടീച്ചിങ് ഒന്നും വേണ്ട, നേരിട്ട് മതി ഡീലിങ്. അഹരോന്റെ തലയിൽ നിന്ന് അവൻ്റെ താടിയിലേക്ക്, അവൻ്റെ വസ്ത്രത്തിലേക്ക്, അഹരോന്റെ തലയിലും താടിയിലേക്ക്, അവിടെയെല്ലാം അതോറിറ്റിയെ കാണിക്കുന്നു.
യേശു പറഞ്ഞു, എൻ്റെ പിതാവ് പറയാതെ, എൻ്റെ നാഴിക വന്ന് എൻ്റെ പിതാവ് പറയാതെ, എൻ്റെ പിതാവ് ഇന്നും പ്രവർത്തിക്കുന്നു, ഞാനും പ്രവർത്തിക്കുന്നു. ശതാധിപൻ പറഞ്ഞു, ഞാനും അധികാരത്തിന് കീഴിലുള്ള മനുഷ്യനാണ്. ദൈവിക അധികാരങ്ങളുണ്ട്. ദൈവം അതിനാണ് അപ്പോസ്തലന്മാരെയും പ്രവാചകന്മാരെയും എല്ലാം ടീച്ചറെ എല്ലാം നിയോഗിച്ചിരിക്കുന്നതിനാണ് അപ്പോഴപ്പോഴുള്ള ആഹാരങ്ങൾ കൊടുക്കാൻ. നേരിട്ട് ദൈവത്തോട് നമുക്ക് സംസാരിക്കാം. കാരണം കൃപാസനത്തിൻ്റെ വാതിൽ നമുക്ക് തുറന്നു തന്നിരിക്കുക. ആകയാൽ കരുണ ലഭിപ്പാനും കൃപ ലഭിപ്പാനും ധൈര്യത്തോടെ കൃപാസനം എടുത്ത് വരാൻ. അപ്പോൾ പോലും ഒരു നേതൃത്വം, ഒരു മെൻറ്റർ, അല്ലെ നിങ്ങൾക്കൊരു ഇടയൻ മേളിൽ നയിക്കുന്നവർ അവരോട് ചെന്ന് പറയുകയാണ്. അതിൻ്റെ ദൂതതാണ് സന്ദേശം. ഇതൊന്നും വേണ്ട, ഞാൻ ഡയറക്റ്റ് ദൈവമായിട്ട് ഡീൽ ചെയ്യുന്നൊരു പരിപാടിയില്ല. ധൈര്യത്തോട് നിനക്ക് ദൈവത്തോട് നിന്റെ സങ്കടങ്ങൾ പറയാം. പക്ഷെ ഒരു ഓർഡറുണ്ട് ദൈവത്തിന്. ദൈവത്തിനൊരു സഭയുണ്ട്, നിയമങ്ങളുണ്ട്, തലയുണ്ട്. അങ്ങനെയാണ് ദൈവം കാര്യങ്ങളെ ചെയ്യുന്നത്. ദൈവം കൃപ ചെയ്ത് അത് പിന്നീട് നമുക്ക് മനസ്സിലാക്കാം. ഇവിടെ ഹല്ലേലൂയ, ഈ പ്രവാചകൻ വെറും പാത്രങ്ങൾ കടം മേടിക്കാൻ പറയുമ്പോൾ നമുക്കറിയാം, ഒന്നാം നിന്ദകളാണ്. ഇവിടെ കടക്കാരിയാണ്, മനുഷ്യന്റെ മുമ്പിൽ നിന്നാ വിഷയമാണ്. അവൾ വീണ്ടും പോയി പാത്രങ്ങൾ വാങ്ങുകയാണ്. അവിടെ തീർന്നില്ല, അടുത്ത അനുസരണമാണ്. നീയും കുഞ്ഞുങ്ങളും മാത്രം അകത്ത് കയറി വാതിലടച്ച് വെറും പാത്രങ്ങളിൽ പകരണം. അയ്യോ, എൻ്റെ ഏറ്റവും അടുത്തൊരു കൂട്ടുകാരിയുണ്ട്, എൻ്റെ കുഞ്ഞുങ്ങളുടെ ഫ്രണ്ട്സിനെ കൂടെ കയറ്റിക്കൊണ്ട് കുഴപ്പമുണ്ടോ? നടക്കത്തില്ല. അവിടെ കുഞ്ഞുങ്ങൾക്കും വിശ്വാസമുണ്ടായിരുന്നു, അതുകൊണ്ടാണ് കുഞ്ഞുങ്ങളെന്ന് പറഞ്ഞു. യേശു എല്ലാവരെയും അത്ഭുതങ്ങൾ നടക്കുന്നിടത്ത് കൊണ്ടുപോയില്ല. ബാല എഴുന്നേൽക്കുന്ന സമയത്ത് 3 പേരെ മാത്രമേ കർത്താവ് കയറ്റിയുള്ളൂ. ആ മാതാപിതാക്കൾക്ക് വിശ്വാസങ്ങളുണ്ട്, അവരെയും കൂടെ നിർത്തി. നന്ദിയോടെ ശ്രദ്ധിക്കുന്നു. വചനത്തിൻ്റെ വാതിലുകൾ തുറന്നു വരട്ടെ പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാൽ. അവിശ്വാസമുള്ള ഒന്നിനെയും ദൈവം കൂട്ടിയില്ല. വചനം പറയുന്നു, യേശുവിന് സ്വന്തം സ്ഥലത്ത് ഒരു അത്ഭുതവും ചെയ്യാൻ കഴിഞ്ഞില്ല. He was not able to do any miracle in his native place. Why? Because of their unbelief. അങ്ങനെയാണ് ഇന്ന് പറയുന്നത്, നിങ്ങൾ അവിടെ സൗഖ്യമാക്കും, നിങ്ങൾക്ക് അതെന്താ ചെയ്യാത്ത? ഒരു രോഗിയെ നിർത്താൻ നിങ്ങൾ വന്ന് എങ്ങനെ നടക്കും? അവിടെ പറയുന്ന ആ വ്യക്തിക്ക് വിശ്വാസമുണ്ടെങ്കിൽ. മനുഷ്യരല്ല, ഞങ്ങളൊക്കെ വെറും ചാനലുകൾ. ഞാൻ എപ്പോഴും പറയും, മേളിൽ ടാങ്കി വെള്ളം ഉണ്ടെങ്കിൽ ഇവിടെ വെള്ളമുണ്ട്. പൈപ്പ് ടാപ്പ് തുറന്നാൽ അവിടെ മേളിലുണ്ടോ? അതിൻ്റെ ചാനൽ മാത്രമേ ഉള്ളൂ. അത് ആ പ്രയോജനമില്ലാത്ത ദാസന്മാരെന്ന്, ഉപകരണം മാത്രം. പക്ഷെ ദൈവം നിക്ഷേപിച്ചിരിക്കുന്ന അഭിഷേകമുണ്ട്. നന്ദിയോടെ സ്തുതിക്കുന്നു. ഒന്ന് അവളോട് പറഞ്ഞോളൂ, ഒന്ന് പ്രവാചകനിലേക്ക് വരാനുള്ള മനസ്സ്. 2 വെറും പാത്രങ്ങൾ, നിന്നയുടെ നടുവിലും പാത്രങ്ങൾ വാങ്ങാനുള്ള മനസ്സ്. നീ നിന്റെ കുഞ്ഞുങ്ങളും മാത്രം അകത്ത് കയറി കതകടച്ച്. അനുഗ്രഹത്തിൻ്റെ പിൻപിൽ ദൈവത്തിൻ്റെ നിയമങ്ങളുണ്ട്. ദൈവത്തിൻ്റെ നിയമങ്ങൾ നമ്മുടെ വഴിയിലല്ല. നമുക്കൊക്കെ ഇഷ്ടം, നമ്മുടേതായ ചില ഇഷ്ടങ്ങളുണ്ട്. സാറേ, എൻ്റെ വീട്ടിൽ കുറച്ച് വേറെ പാത്രങ്ങളുണ്ട്, അത് മതിയോ? അല്ലേ വെറും പാത്രങ്ങളില്ലാതെ ഞാൻ വേറെ ചില വീട്ടിൽ ചില കന്നാസ് അതുപോലെ ചില ഇരിപ്പുണ്ട്, അത് മതിയോ? നടക്കത്തില്ല. കാണിപ്പാൻറ്റിക്കുന്ന മല എന്ന് പറഞ്ഞാൽ അവിടെയാണ്. ദൈവം പറയുന്ന ദൈവമായതുകൊണ്ട് നമ്മുടെ ബുദ്ധിക്കോ നമ്മുടെ വാക്കുകൾക്കോ അവിടെ പ്രസക്തിയില്ല. ഒരു അത്ഭുതം ദൈവം ചെയ്യുന്നതിന് മുമ്പ് ദൈവം പറയുന്ന ചില വാക്കുകളുണ്ട്. നീ പോയി പാത്രം മേടിക്കാൻ പറഞ്ഞാൽ അങ്ങനെ തന്നെയാണ്. നീ നിന്റെ കുഞ്ഞുങ്ങളെന്ന് പറഞ്ഞ വേറൊരാളെ കൂട്ടാനൊക്കത്തില്ല. അബ്രഹാമിനോട് പറഞ്ഞു, ദേശത്തെയും ചാർച്ചക്കാരെയും പിതൃഭവനത്തെയും വിട്ട് പുറപ്പെടണമെന്ന് പറഞ്ഞു. പക്ഷെ ലോത്തിനെ കൂടി. കുഴപ്പമൊന്നുമില്ല, ദൈവം അവിടെ വഴക്കുണ്ടാക്കാൻ പോയില്ല. പക്ഷേ ലോത്ത് വിട്ട് പിരിഞ്ഞ ശേഷമാണ് വീണ്ടും ദൈവം അബ്രഹാമിനെ ഡീൽ ചെയ്യുന്നത്. ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ സ്വർഗത്തിലെ ദൈവം ചില ജീവിതങ്ങളോട് പറയുന്നു, നീ പ്രാർത്ഥിക്കുന്നുണ്ട്, നീ ആരാധിക്കുന്നുണ്ട്, നീ ദൈവത്തിന് കൊടുക്കുന്നുണ്ട്, വലിയ കുഴപ്പമില്ല. അപ്പോൾ പക്ഷെ വലിയ മിറക്കൾ നിന്റെ ജീവിതത്തിൽ നടക്കുന്നില്ല. എന്താ കാരണം എന്നറിയോ? ചില ലോത്തുമാരെ നീ വിടേണ്ടിയിരിക്കുന്നു. എനിക്കറിയത്തില്ല ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ. ഞാൻ ദൈവത്തിൻ്റെ കാര്യങ്ങൾ സമർപ്പിച്ചായിരിക്കുന്നു. ഒന്നും പ്രത്യേകം വലിയൊരു നോട്ട് വിവരണങ്ങൾ കൊണ്ടുള്ള ചില പോയിന്റുകൾ മാത്രമേ ഞാൻ നോക്കുന്നുള്ളൂ. കർത്താവ് അന്തരം തരുന്ന വെളിപ്പാടാണ്, റീമയായിട്ട് ഞാൻ പറയുകയാണ്. ഇത് പക്ഷേ ടെലികാസ്റ്റ് ചെയ്യാൻ ചില ദിവസങ്ങൾ കഴിഞ്ഞായിരിക്കും. പക്ഷെ ആത്മാവിൽ ഞാൻ വിളിച്ചു പറയുന്നു, ചില ലോത്തുമാരെ നിന്റെ ജീവിതത്തിൽ നിന്ന് വിട്ടയച്ചില്ലെങ്കിൽ, നീ കുറ്റം പറയുന്ന, മറ്റുള്ളവരുടെ നഗ്നത വലിച്ചു കീറി പുറത്തു കൊണ്ടിരുന്ന സ്വഭാവം നിനക്കുണ്ടെങ്കിൽ, തെറ്റുകളെ എക്സ്പോസ് ചെയ്യുന്ന സ്വഭാവം നിനക്കുണ്ടെങ്കിൽ, ആ ലോത്താണ് നീ വിടാതെ നിന്റെ ജീവിതത്തിൽ അനുഗ്രഹം പ്രാപിപ്പാൻ ബുദ്ധിമുട്ടാണ്. ദൈവത്തിൻ്റെ ആത്മാവ് വെളിപ്പെടുത്തി തരും. അല്ലേ നീ പ്രാർത്ഥിക്കുന്നു, മറ്റു കുഴപ്പമൊന്നുമില്ല, പക്ഷെ നിനക്ക് ചില രഹസ്യ ബന്ധങ്ങൾ, അത് നീ പുറത്തു വരണം. പരിശുദ്ധാത്മ പറയുകയാണ്, കുടുംബജീവിതങ്ങളിലെ വിശ്വസ്തത ഇല്ലായ്മ. പേരിന് നീ യഹൂദനാണ്, പേരിന് നീ വിശ്വാസിയാണ്, വേണേ പെന്തക്കോസ്ത് എന്ന് വേണം നിനക്ക് പേരിന് നീ പറയുമായിരിക്കാം. പക്ഷെ ദൈവവുമായി പ്രാർത്ഥനയിലോ വിനിമയങ്ങളിലോ കൊടുക്കുവാങ്ങലുകളിലോ
വിശ്വസ്തതയില്ലായ്മ ഞാൻ നന്ദിയോടെ സ്തുതിക്കുന്നു. കഴിഞ്ഞ ദിവസം കഴിഞ്ഞ ആഴ്ച അവിടെ പോലും ചെറിയ കാര്യങ്ങളിൽ പരിശുദ്ധാത്മ ഇടപെടുന്നുള്ളതാണ്. ഞാനും എൻ്റെ വൈഫും കൂടെ ഒരു ആര്യഭവൻ ഒരു വെജിറ്റേറിയൻ അവിടെ പോയി ഒരു ഫുഡ് കഴിച്ചു കഴിഞ്ഞപ്പോൾ എക്സ്ട്രാ മേടിച്ച ഒരു 80 രൂപയുടെ വിഷയം അവർ ബില്ല് ചെയ്തില്ല. ഞങ്ങൾ വീട്ടിൽ വന്ന് നോക്കുമ്പോഴാണ് ആ ബില്ല് നോക്കുമ്പോൾ അവർ ആ പേയ്മെൻറ്റ് ചെയ്തില്ല. എൻ്റെ വൈഫ് പറഞ്ഞു അത് ആ പൈസ അവിടെ കൊണ്ടുപോയി എന്നാ നമ്മൾ പോകുന്നത്, ആ വഴിക്ക് പോകാൻ റയറാണ്. പക്ഷെ ഞാൻ പിന്നെ 2 ആഴ്ച കഴിഞ്ഞ് ഞാൻ അവിടെ കൊണ്ട് പറഞ്ഞ് ഈ സംഭവം കൊടുക്കുമ്പോൾ അവർക്ക് അത്ഭുതമാണ്. അവിടെ അന്നിരുന്ന ആളല്ല കൗണ്ടറെ. ഞാൻ പറഞ്ഞു നിങ്ങളത് വാങ്ങിയേ പറ്റത്തുള്ളൂ. സുവിശേഷത്തിൻ്റെ പ്രസക്തി കൊടുക്ക വാങ്ങലുകൾ ആരെയും ബോധിപ്പിക്കാനല്ല. ദൈവത്തിൻ്റെ സന്നിധിയിലിരിക്കുമ്പോൾ ഏറെക്കുറെ പൂർണ്ണമെന്ന് നമുക്ക് പറയാനൊക്കത്തില്ല. ദൈവം ഇതെല്ലാം നമ്മുടെ ജീവിതത്തിൽ ശ്രദ്ധിക്കുന്നുണ്ട്. കഥ കടച്ച് നീയും നിന്റെ പിള്ളേരും എന്ന് പറഞ്ഞാൽ അവിടെ ചോദ്യങ്ങളില്ല. കാരണം ഇത് അമാനുഷികമായ ഒരു സൂപ്പർ നാച്ചുറൽ പവർ നീഡ് ടു ബി മാനിഫെസ്റ്റഡ്. ഷീ നീഡ് ടു ബി ഗ്രേറ്റ് ഒബീഡിയന്റ്. അല്ലാതെ മിറക്കിൾ നടക്കും. അപ്പൊ ഏതു അത്ഭുതത്തിന്റെ പിൻപിലും അനുസരണം. യേശുവിനെ കുറിച്ച് പറഞ്ഞു he was obedient until the death on the cross. Therefore God has been exalted him and gave him the name above all name. ക്രൂശിലെ മരണത്തോളം അനുസരണമുള്ളവനായിരുന്നു. അബ്രഹാമിനോട് ആദ്യമേ ദൈവം പറഞ്ഞു നിന്നെ ഞാൻ അനുഗ്രഹിക്കാൻ പോവാ, നീ ഒരു അനുഗ്രഹമായിരിക്കും, നിന്നാൽ ഭൂമിയിലെ സകല ജാതികളും അനുഗ്രഹിക്കപ്പെടും. തീർന്നില്ല. താൻ ആ കൊച്ചിനെ കൊടുക്കാൻ താൻ മടിക്കാതിരുന്നപ്പോൾ ദൂതൻ, the angel of the Lord appeared before him on the mountain. Without you didn't hold back your beloved son Isaac. Therefore, this also, extra blessings, extraordinary blessings. നീ നിന്റെ ഏകജാതനായ പൈതലിനെ തരാൻ മടിക്കായകൊണ്ട് ഞാൻ ഇതുകൂടെ തരാൻ പോകും. കുഞ്ഞെ ഞാനൊരു ദൂത് തരാം, നീ എന്തുമാത്രം അനുസരിക്കാൻ തരാം. ഇപ്പൊ ചിലപ്പോൾ ഞാൻ എപ്പോഴും സഭയിൽ പറയാറുണ്ട്, ഈ അനുസരണം എന്ന് പറയുമ്പോൾ കാര്യങ്ങൾ നമുക്ക് ഇഷ്ടപ്പെടുന്ന റൂട്ടിൽ പോകുന്നതല്ല. നമുക്ക് ഇഷ്ടപ്പെടുന്ന സംഭവമാണ്. ഉറങ്ങുന്നതിന് മുമ്പ് നമുക്കൊന്ന് പ്രാർത്ഥിച്ചു, നമ്മുടെ ചില കംഫോർട്ട് ടൈമുണ്ട്, നമ്മുടെ കംഫോർട്ട് സോണിലിരുന്നുകൊണ്ട് ചില കാര്യങ്ങൾ ചെയ്യുന്നു. രാത്രി 12 മണിക്ക് ദൈവം നിന്നെ വിളിച്ചാലോ, 1 മണിക്ക് നിന്നെ ദൈവം വിളിച്ചാലോ, 3 മണിക്ക് ദൈവം വിളിച്ചാലോ, കുഞ്ഞെ എഴുന്നേറ്റ് പ്രാർത്ഥിക്കാൻ പറഞ്ഞാലോ, ദൈവം അങ്ങനെയൊക്കെ സംസാരിക്കൂ ഹൃദയത്തിൽ തോന്നും. ഹല്ലേലൂയ, നന്ദിയോടെ സ്തുതിക്കുന്നു. ആ അബ്രഹാം അത് കുഞ്ഞിനെ കൊടുക്കാൻ മടിക്കായി കൊണ്ട് മാത്രമല്ല, മൂളിൽ ചെല്ലുമ്പോൾ ആ കുഞ്ഞിൻ്റെ കൈകാലുകൾ കെട്ടുമ്പോൾ ആ കുഞ്ഞ് പറഞ്ഞു അപ്പാ കെട്ടുന്നെങ്കിൽ ശരിയായി കെട്ടണം. ചരിത്ര ഗ്രന്ഥങ്ങളിൽ ജോസിഫസ് എന്ന യഹൂദ ചരിത്രകാരൻ പറഞ്ഞത് ഈ കുഞ്ഞ് പ്രായമുള്ള കുഞ്ഞിന് മനസ്സിലായി കുഞ്ഞ് തന്നെയാണ് ബലിമൃഗം, കെട്ടുന്നെങ്കിൽ ശരിയായിട്ട് കെട്ടിക്കൂ, അപ്പൻ്റെ യാഗത്തിന് കുഴപ്പം വരരുത്. എൻ്റെ വിഷയം അതല്ല. പക്ഷേ വാളോങ്ങുമ്പോഴാണ് കൊമ്പിൽ കുരുക്കി ആടിനെ കാണുന്നത്. തീർന്നില്ല, ഇതെല്ലാം സ്വർഗം മാർക്കിടുകയായിരുന്നു. എനിക്കറിയത്തില്ല. നീ ചെയ്യുന്ന വിശ്വാസത്തിന്റെ പ്രവൃത്തികളെ ആരോടോ നോക്കി പരിശുദ്ധാത്മാവ് പ്രവചിക്കുന്നു. നീ വിശ്വാസത്തിൽ ചെയ്യുന്ന പ്രവൃത്തികൾ നീ രഹസ്യത്തിൽ ചെയ്യുന്നതൊന്നും ആരും കാണുന്നില്ല, പക്ഷെ ദൈവം കാണുന്നുണ്ട്. ദാവീദേ, നിന്നോടുള്ള സന്ദേശമാണ്, നീ കിന്നരം വായിക്കുന്നതും നീ അപ്പന്റെ ആടുകളെ വിശ്വസ്തയോടെ നോക്കുന്നതും ഞാൻ കാണുന്നുണ്ട്. നിന്റെ അപ്പൻ കണ്ടില്ലത്. വീട്ടിലൊരു വിരുന്നുണ്ടായിട്ട് അപ്പൻ നിന്നെ വിളിച്ചില്ല. അതുകൊണ്ട് അവൻ പറഞ്ഞ അപ്പനും അമ്മ എന്നെ തള്ളിക്കളഞ്ഞു, യഹോവ എന്നെ ചേർത്തുകൊള്ളും. നീ രഹസ്യത്തിൽ ചെയ്യുന്നത് യോശുവയെ, എല്ലാരും പോകുമ്പോൾ, എല്ലാരും പടം മടക്കി ടാറ്റ പറഞ്ഞു പോകുമ്പോൾ കൂടാരം വിട്ടുപിരിയാതിരുന്ന ബാല്യക്കാരാ, ദൈവം നിന്നെ അടുത്ത തലത്തിലേക്ക് ദൈവം നിന്നെ കാണും. എനിക്കറിയത്തില്ല ആരോടുള്ള ദൈവത്തിന്റെ ശബ്ദം. ചിലടത്തൊക്കെ ജോലി ചെയ്യുമ്പോൾ വേണ്ട പ്രതിഫലം നീക്കില്ലായിരിക്കാം, വേണ്ട മാന്യത കിട്ടുന്നില്ലായിരിക്കാം. കാനാവിലെ കല്യാണ വിരുന്നിന് ഞാൻ എപ്പോഴും പറയും, അകത്ത് വെള്ളം കോരിയ ബാല്യക്കാരെ ആർക്കും അറിയത്തില്ലായിരുന്നു, അവരുടെ പേര് പോലും മെൻഷൻ ചെയ്തിട്ടില്ല. നീ ചെയ്തു. ജോലോഷൻ എന്ന് പറഞ്ഞാൽ ദേവദാസൻ പറയുന്ന അപ്പൻ്റെ ഇത് ചെയ്യുന്ന മക്കൾ കൂടുള്ള ദൂതാണ്. വീഡിയോ എടുക്കുന്ന മക്കൾ കൂടെ ഞാൻ പറയുന്നു, ആര് കണ്ടാലും അപ്പന് വേണ്ടി രഹസ്യത്തിൽ ക്യാമറയുടെ പുറകിൽ നിന്നൊരു മനുഷ്യനായിരുന്നു ജോലോഷൻ. 10-15 വർഷം ആ മനുഷ്യനാണ് ഇന്ന് ദൈവം വേൾഡ് ഇന്റർനാഷണൽ പ്രീച്ചറായിട്ട് അദ്ദേഹത്തിന്റെ മകൻ ജോലോസ്റ്റീൻ. പരിശുദ്ധാത്മാവ് പറയുകയാണ്,
അനുസരിക്കാൻ നീ തയ്യാറായിക്കോ. നിനക്ക് മാന്യതയൊന്നും ലഭിക്കുന്നില്ല. എല്ലായിടും നിനക്ക് നിന്ദയാണ്. നിന്റെ കൂടെ ഉള്ളവരെല്ലാം ഓരോ ലെവലിലേക്ക് മാറ്റപ്പെട്ടു. നീ ഇന്നും ആ അവസ്ഥയിൽ കിടക്കുക. നീ ഭാരപ്പെടണ്ട. ഒരൊറ്റ ദിവസം കൊണ്ട് നിന്റെ സ്ഥിതി മാറ്റാൻ ദൈവത്തിന് കഴിയും. ഓ ബാറാബാ, വിശുദ്ധാമ തിരിക്കുകയാണ് സന്ദേശത്തെ. ഈജിപ്തിൽ ഒറ്റ ദിവസം കൊണ്ട് അവർ എക്കണോമി മാറി, അവിടെ ലൈഫ് സ്റ്റൈൽ മാറി. Till they see the miracle, till see their deliverance, they were under the bondage. They were slave before the sight of Egyptians. But at the whole night, ഒരൊറ്റ രാത്രി കൊണ്ട് ദൈവയുടെ സ്ഥിതി മാറ്റി. Immediately they were feeling themselves they are rich. അവരുടെ ആഭരണങ്ങളെല്ലാം അണിയിക്കുന്നു. ധാരാളം സ്വത്തുകൾ അവർക്ക് കൊടുക്കുന്നു. നിന്ദകൾ മാറും. അതുവരെ അവരെ ദുഷിച്ച ജനം അവരെ ഓണർ ചെയ്യുന്നു. ഞാൻ എപ്പോഴും പറയാം, ഒരു അടിമയ്ക്ക് പോലായിരുന്നു ദാവീദ് കേട്ടോ. ശൗലിൻ്റെ ഒരു അടിമ പോലായിരുന്നു. പക്ഷെ ദൈവം എൻ്റെ സ്ഥിതി വേദത്തിൽ വചനമുണ്ട്. ദൈവം എന്നെ ഓർമ്മിക്കുന്നു. ദൈവം തൻ്റെ ജനത്തിൻ്റെ സ്ഥിതി മാറ്റുമ്പോൾ യാക്കോബ് സന്തോഷിക്കുകയും, ഇപ്പോഴും ഞാൻ ചോദിക്കുന്നൊരു ചിന്തയുണ്ട്. ഞാൻ ഇതിനകത്തോടെ അങ്ങ് പറയാതിരിക്കാൻ നിവൃത്തിയില്ല. പരിശുദ്ധാത്മാവോട് പറയാം. ദൈവമേ, 20 വർഷമായി ശുശ്രൂഷ തുടങ്ങിയിട്ട് ഇനിയും ബലവാന്മാരുമായിട്ട് യുദ്ധം ചെയ്യാനില്ല. രഹസ്യത്തിൽ ധാരാളം ശുശ്രൂഷകൾ ചെയ്തു. വൻ മരങ്ങളെ വെട്ടിയിട്ടു. വലിയ വലിയ കാര്യങ്ങൾ. കാരണം ക്യാൻസർ രോഗി കഴിഞ്ഞ 2 മാസം മുമ്പ് സഭയെ സൗഖ്യമായി. 2 പ്രാവശ്യം RCC പോയാൽ മതി എന്ന് പറഞ്ഞു. ഇന്നും അമ്മാമ്മ ജീവനോടുണ്ട്, ആരോഗ്യത്തോട്. ഒന്ന് പോയി ഒന്ന് കൺസൾട്ട് ചെയ്യാൻ, രണ്ടാമത് നീ പോകണം, അവരെന്തോ പറയുന്നത്. ഒരു സർജറി ചെയ്താൽ നിങ്ങൾക്കറിയാം, ഒരു മുഴയെടുത്ത് കഴിഞ്ഞാൽ ഉടനെ കീമോ സ്റ്റാർട്ട് ചെയ്യും. അവർ പറഞ്ഞു ഒരു അണുക്കളും കാണുന്നില്ല, പൊക്കോളാൻ പറഞ്ഞു. ബെഡ്റിഡൻ ഒരു അമ്മാമ്മ എഴുന്നേറ്റ് നടക്കുന്നു. റിവൽറ്റിയുടെ ചാനലിൽ കൊടുത്തിട്ടുണ്ട് അത്, മീഡിയയിൽ. പക്ഷേ ഇന്നും അവരുടെ വീട്ടിൽ ആൾക്കാർ വരുക, തളർന്ന് കിടന്ന 3 വർഷം കിടന്ന ആളാന്ന് എഴുതിയിട്ടുണ്ട്. ഞാൻ പറഞ്ഞ അമ്മാമ്മ നടന്ന് പള്ളി ഇപ്പോൾ വരുന്നുണ്ട്. ഇതൊക്കെ രഹസ്യത്തെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പുറത്തോട്ട് അറിയത്തില്ല ആർക്കും എന്തോ ആണെന്ന്. പക്ഷെ എനിക്കൊന്നറിയാം, സിംഹത്തെയും കരടിയെയും നീ കൊല്ലുമ്പോൾ നിന്റെ ഗോലിയാത്തിന് മുമ്പിൽ നിർത്തുന്നൊരു സമയമുണ്ട്. എൻ്റെ സന്ദേശത്തിലേക്ക് ഞാൻ മടങ്ങി വരട്ടെ. അനുസരിക്കാൻ നീ തയ്യാറാണെങ്കിൽ, ഇഫ് യു ആർ റെഡി ടു ഒബേ ദ വേർഡ് ഓഫ് ഗോഡ്, അതല്പം പ്രയാസമായിട്ട് തോന്നും. എബ്രായലേഖനം പറയുന്നുണ്ട്, നീതിയുടെ അഭ്യാസം തിരഞ്ഞവർക്ക് അത് പിന്നീട് അഭ്യസനമാകും. ആദ്യം ഭാരമാകും. ഒരു നിയന്ത്രണങ്ങളും ആർക്കും ആദ്യം ഇഷ്ടപ്പെടത്തില്ല. ഈ പാത്രങ്ങളിൽ, ഈ മലയിൽ, ഈ പെട്ടകം പണിയുമ്പോൾ ഈ അളവിൽ, പർവ്വതത്തിൽ കാണിച്ച മാതൃക പ്രകാരം, ആമേൻ. ഇതൊക്കെ ദൈവത്തിൻ്റെ നിയമങ്ങൾ. എന്തിനാണെന്നറിയോ? ഹി ഹാസ് ടു ടേക്ക് ഹിസ് ഗ്ലോറി. ആ അനുസരണം നീ കറക്റ്റ് സ്ഥലത്തേക്ക്. യേശു അതാ ചെയ്ത്. വലിയ ബുദ്ധിമുട്ടായിരുന്നു. ആദ്യം മനുഷ്യപുത്രം തകർക്കപ്പെടാൻ പോവാ, അണികളെ തറയ്ക്കപ്പെടാൻ പോവാ, അധർമ്മികളുടെ കയ്യിൽ ഏൽപ്പിക്കപ്പെടാൻ പോവാ. പക്ഷെ കുറെ കഴിയുമ്പോൾ കർത്താവ്, when he faced the challenges, trials before him, പറഞ്ഞു കഴിയുമെങ്കിലും ഒന്ന് മാറ്റാമോ? if it is possible, take it away, take it away. കഴിയുമെങ്കിലും ഒന്ന് മാറ്റിത്തരണമേ, കഴിയുമ്പോൾ ഒന്ന് മാറ്റിത്തരണമേ. എനിക്കറിയത്തില്ല അങ്ങനെ ഒരു നിലവിളി ആരെന്ന് വരുന്നു. സാരമില്ല, നീ അതിലൂടെ കടത്തി നിന്നെ വിടുന്നതിനറിയോ? വേദത്തിൽ എഴുതിയിട്ട് മുൻപിലുള്ള സന്തോഷം ഓർത്ത്. And the joy set before him, he endured the cross and despised the shame, and seated at the right hand of Heavenly Father. മുൻപിലുള്ള സന്തോഷം ഓർത്ത് അവൻ അപമാനം അലക്ഷ്യമാക്കി ക്രൂശിനെ സഹിച്ചു. എന്തിനാണെന്നറിയോ? ദൈവസിംഹാസനത്തിന്റെ വലത് ഭാഗത്തിരിക്കുകയാണ്. ദൈവം നിന്നെ വേദനയിലൂടെയും പരാജയങ്ങളിലൂടെയും ചില കഷ്ടതയുടെ കടത്തിവിടും. നിന്നെ പരിഹസിക്കാനല്ല. ചോദിച്ചു, ഹേ ക്രിസ്തുവേ എന്ന് കളിയാക്കിയപ്പോൾ പൗലോസ് കൊരിന്ത്യർക്ക് എഴുതുമ്പോൾ പറഞ്ഞു, ഹേ മരണമേ നിന്റെ ജയമെവിടെ, വിഷമുള്ളവിടെ. ഹേ ക്രിസ്തു എന്ന് പറഞ്ഞ് പരിഹസിച്ചു. നീ ഇറങ്ങിയോ വിശ്വസിക്കാൻ. എവിടെയെങ്കിലുമൊക്കെ നിന്നെ നിന്ദിച്ചിട്ടുണ്ടെങ്കിൽ ദൈവം നിന്നെ മാനിക്കാൻ സമയമായി. ഈ ആണ്ടിൻ്റെ ആരംഭങ്ങളിൽ തന്നെ പരിശുദ്ധാത്മാവില ഞാൻ വിളിച്ചു പറയുന്നു. അനുസരിക്കാൻ തയ്യാറായിക്കോണം. നമുക്ക് ഇഷ്ടപ്പെട്ട കാര്യമല്ല. മുന്തിരിത്തോട്ടത്തിൽ പോകാൻ പറഞ്ഞു. ഒരുത്തൻ വളരെ സന്തോഷത്തോട് പറഞ്ഞു പോകാമെന്ന്. പക്ഷേ അവൻ പിന്നെ പോയില്ല. എന്നാ പോകത്തില്ലെന്ന് പറഞ്ഞവൻ പിന്നത്തേതിൽ മാനസാന്തരപ്പെട്ട് പറഞ്ഞു, അപ്പാ ഞാൻ പോകാം. ആരാ അപ്പൻ്റെ ഇഷ്ടം ചെയ്തേ? നമ്മുടെയൊക്കെ ജീവിതത്തിൽ അങ്ങനെയൊക്കെയാണ്. ചിലപ്പോൾ ചില കാര്യങ്ങളൊക്കെ മടിയുണ്ട്, അല്പം നമ്മൾ താമസിച്ചായിരിക്കാം. പക്ഷെ ഒരു കാര്യം പറയാം, താമസിച്ചാലും അനുസരിച്ച് താമസിച്ച് ചെയ്യുന്ന കാര്യം അനുസരണക്കെട്ടിന് തുല്യമാണെന്ന് പറയുന്നത്. എന്നാൽ പോലും മാനസാന്തരപ്പെട്ട് മൂവ് ചെയ്തോണം.
അതാണ് അപ്പൻ്റെ ഭവനത്തിൽ മൂത്ത മകൻ അപ്പൻ്റെ ഇഷ്ടമെല്ലാം ചെയ്യുന്നവന്, കൽപ്പനയൊന്നും ലംഘിക്കാത്തവന്, പാഷൻ്റെ അടുത്ത് നിൽക്കുന്നവന് എല്ലാം ഉണ്ട്. പക്ഷെ ഹൃദയം നല്ലതല്ലായിരുന്നു. അവിടെ എഴുതിയിരിക്കുന്ന ഇങ്ങനെയാണ്: അവൻ കോപിച്ചു, വെളിയിൽ നിന്നു. അപ്പൻ അവനെ വെളിയിലിറങ്ങി വന്നു. നീ എനിക്കൊരു ആട്ടിൻകുട്ടിയെ പോലും തന്നില്ല, മോനെന്നുള്ള വെളിപ്പാട് അവനില്ല. എല്ലാം നശിപ്പിച്ച് പകുതി മുതൽ നശിപ്പിച്ചവൻ അപ്പുറത്ത് സന്തോഷം നടക്കുക. മാനസാന്തരം, തകർന്നൊരു മാനസാന്തരം, ഹൃദയം പൊട്ടിയൊരു മാനസാന്തരം ഉണ്ടെങ്കിൽ വിടുവിക്കാൻ ഈ ദൈവത്തിന് കഴിയും. ഞാൻ നന്ദിയോടെ സ്തുതിക്കുന്നു. അനുസരണം എപ്പോഴും നിങ്ങളെ ശ്രദ്ധിച്ചു. അനുസരണം നിങ്ങളെ അനുഗ്രഹത്തിലേക്ക് കൊണ്ടിരുന്നതാണ്. അനുസരണം നിങ്ങളെ മാനിക്കുന്നതാണ്. അനുസരണം നിങ്ങളുടെ തലയെ ഉയർത്തുന്നതാണ്. അനുസരിക്കാൻ തയ്യാറാണെങ്കിൽ, യേശു ക്രൂശിലെ മരണത്തോളം അനുസരണമുള്ളവനായിരുന്നു. ആ സ്ത്രീ അനുസരിക്കാൻ തുടങ്ങി. എൻ്റെ സാറേ, ഞാൻ വിചാരിച്ച സാറിൻ്റെ എന്തെങ്കിലും അക്കൗണ്ടിൽ കാണും, എന്തെങ്കിലും എനിക്കൊന്ന് സഹായിക്കുമല്ലോ, ആരുടെയും ഒരു ബ്ലേഡ് കപ്പ് എവിടുന്നെങ്കിലും ഒന്ന് പലിശയ്ക്ക് മേടിച്ചു എന്നല്ല അവൾ പറഞ്ഞേ. അവൾക്കറിയാം അവിടെ ഭർത്താവ് മരിച്ചുപോയി. പക്ഷെ ഈ മനുഷ്യന്റെ വാക്കുകൾക്ക് ശക്തിയുണ്ട്. പ്രവാചക വാക്കുകൾക്കും അഭിഷേകമുള്ളവർ പറയുന്ന വാക്കുകൾക്കും പവറുണ്ട്. നീ അതിനെ എന്തുമാത്രം ശക്തി ഇല്ലാതാക്കി നീ ചവിട്ടി തേച്ച് ബലഹീനപ്പെട്ടാലും അവരുടെ മേൽ കിടക്കുന്ന അഭിഷേകം മനുഷ്യരുടെ അഭിഷേകമല്ല. ഞാനൊരു കാര്യം പറയാം. ഒരു ദൈവദാസനെതിരെയോ ഒരു വചനം പറയുന്ന ഒരാൾക്കെതിരെ നീ സംസാരിച്ചിട്ടുണ്ടെങ്കിൽ നീ എന്ന് അവരുടെ ഒക്കെ പോയി ക്ഷമിക്കണമേ എന്ന് പറയുന്നിടം വരെ അവകാശം കിടക്കും. റിയലി ഞാൻ ആത്മീയ അധികാരത്തിൽ ശുശ്രൂഷിക്കുന്ന ഒരു മനുഷ്യനാണ് ഞാൻ പറയും. പ്രത്യേകിച്ച് ഞാൻ ചെയ്യുന്നത് സാത്താനോട് നേരിട്ടുള്ള യുദ്ധമാണ്. അങ്ങനെയുള്ള ശുശ്രൂഷ ചെയ്യുന്നൊരു മനുഷ്യനാണ് ഞാൻ. സാധാരണക്കാരും അതുപോലെ ധാരാളം വിഷയമുള്ളവരുമാണ് എൻ്റെ സഭയിൽ കൂട്ടായ്മയിൽ വരുന്നത്. വളരെ മനസ്സോടും സന്തോഷത്തോടും കൂടി ഞാൻ ചെയ്യുന്ന ശുശ്രൂഷകൾ. ഞാനൊന്ന് പറയാം, അധികാരം എനിക്കറിയാം. കാരണം സാത്താൻ ലോകത്തോട് ഏറ്റവും അധികം യുദ്ധം ചെയ്യുന്ന ഒരു ശുശ്രൂഷയാണ് എൻ്റേത്. അതുകൊണ്ട് ഞാൻ നിങ്ങളൊരു കാര്യം പറയാം, അധികാരത്തോട് പറയണം. നല്ല രസമാണ്. എന്തെങ്കിലുമൊക്കെ അങ്ങനെ കമൻറ്റുകളോ കാര്യങ്ങളായിട്ട് ഒത്തിരി വ്യൂസ് കിട്ടും, സബ്സ്ക്രൈബേഴ്സ് കൂടും, നിങ്ങളുടെ തലവങ്ങ് മാറും, നിങ്ങൾ ഹീറോ ആകും. പക്ഷേ കുടുംബത്തിൽ നിന്നോ കുഞ്ഞുങ്ങളിൽ നിന്നോ അത് മാറണമെങ്കിൽ ആ ദേവദാസനോട് ഐ ആം സോറി എന്ന് പറയുന്നിടം വരെ അത് കിടക്കും. ഇനി അയാൾ തെറ്റുകാരനാണെങ്കിൽ പോലും തെറ്റ് ചെയ്യാൻ പാടില്ല. അയാളെ ഡീൽ ചെയ്യുന്ന ദൈവം. ദാവീദിന്റെ വസ്ത്രത്തിന്റെ ആഗ്രഹം കീറി പിന്നത്തേതിൽ ദാവീദ് അനുഭവിച്ചു. അപ്പം ചിലരൊക്കെ ചോദിച്ചു, അതങ്ങനെയൊക്കെ പറയും, ഭക്ഷണം നിന്നേനെന്ന് എണ്ണണ്ടേ, ഒക്കെ ശരിയാ. പക്ഷെ ഞാൻ പറയുന്നു അതിപ്പോഴല്ല. ഒരു വിത്ത് വീഴുന്ന നിങ്ങൾക്ക് ഉടനെ അതിൻ്റെ ഫലം കാണാനൊക്കത്തില്ല. കാഞ്ഞിരമാ നട്ടാലും നല്ലതാണേലും കാലമെടുക്കും. ആ വ്യക്തിയെ ഫോണിൽ കൂടെ വിളിച്ചാൽ ദൈവസന്നിധിയിൽ ആ ഭാഗത്തിന് നിരന്നോണം. കാര്യം ഈ എണ്ണ നമ്മൾ പരടുന്ന എണ്ണയല്ല, മേളിൽ നിന്നുള്ള എണ്ണയാണ്. എനിക്ക് മേളിൽ ആത്മീയ നേതൃത്വങ്ങളുണ്ട്, അവരെ ഇടയ്ക്കൊക്കെ വിളിക്കാറുണ്ട്, എപ്പോഴും കൊണ്ട് അവരൊക്കെ തിരക്കുള്ളവരാണ്. പക്ഷെ അവരിൽ നിന്നൊക്കെ ഞാൻ പഠിച്ചത് അധികാരത്തിന് കീഴ്പ്പെട്ടിരിക്കുന്നതിനെ കുറിച്ച്. അവിടെയാണ് സാത്താൻ എപ്പോഴും നോക്കുന്ന ആ ഒരു തലമാണ്. എനിക്ക് ആരുമില്ല ദൈവത്തോട് നേരിട്ട് ഡീലെന്നല്ല, അവരുടെ തലയിലും താടിയിലേക്ക് കീഴ്പ്പെട്ടിരുന്നു, ബലമുള്ള കൈ കീഴിൽ താണിരുന്നു. ദൈവം നിന്നെ ഉയർത്തും. പ്രാർത്ഥിക്കാൻ പോവാം. കർത്താവെ, ഞാൻ നന്ദി പറയുന്നു. അനുസരണക്കേടുകളെ ഞാൻ ശാസിക്കുന്നു. വേദോസ്തവം പറയുന്നുണ്ട്, അനുസരണക്കേടിൻ്റെ മക്കളിൽ വ്യാപരിക്കുന്ന ആത്മാവ്. ഇതൊന്നും വേണ്ട. അതൊക്കെ അങ്ങനെയൊക്കെ പറയും. അങ്ങനൊന്നും പോകണ്ട. നീ അന്ന് നേരിട്ടങ്ങ് പ്രാർത്ഥിച്ചാൽ മതി. നീ ഒന്നും കൊടുക്കണ്ട. ഈ സ്പിരിറ്റുകളെല്ലാം ഞാൻ യേശുവിൻ്റെ നാമത്തിൽ ബ്രേക്ക് ചെയ്യുന്നതിന് ദൈവത്തിൻ്റെ സഭ വളരും, തഴച്ചു വളരും. എന്നെ ഏറ്റവും സന്തോഷിപ്പിക്കുന്നതാണ് പുറപ്പാട് പുസ്തകം പീഡിപ്പിക്കും തോറും ജനം വളർന്നുകൊണ്ടിരുന്നു. തെറ്റുള്ളെങ്കിൽ ആ വ്യക്തി ഡീൽ ചെയ്യും. ആ വ്യക്തിയെ ദൈവം അത്ര ഉയർത്തിയെങ്കിൽ, അയാളുടെ മിസ്റ്റേക്ക് ഒരു വ്യക്തി എന്ന് വന്നാൽ അയാൾ ദൈവത്തോട് എന്നോട് ക്ഷമിക്കണമെന്ന് പറയുമ്പോൾ ദൈവം ആ വ്യക്തിയെ പുറത്തു കൊണ്ടുവരും. പക്ഷേ പറയുന്ന നിന്റെയോ ആ നഗ്നത കണ്ടപ്പോൾ ആ മകൻ ചെന്ന് എക്സ്പോസ് ചെയ്തു. മറ്റൊരു മുഖം മറച്ചുകൊണ്ടെന്ന നഗ്നത മറച്ചു. കനാൻ ഉണർന്നപ്പോൾ നീ ശപിക്കപ്പെട്ടവൻ. അതേസമയം അപ്പൻ്റെ നഗ്നത നിങ്ങളെ നടത്തുന്നവരുടെ ബലഹീനതകളുണ്ട്, കുറവുകളുണ്ട്. നീ അത് വരച്ച് കാട്ടുമ്പോൾ അവിടെ കിടക്കുന്നൊരു വാക്ക് അവിടെ കിടപ്പുണ്ട്. കാരണം ദൈവം അത് ആഗ്രഹിക്കുന്നില്ല. ദൈവം ആക്കി വെച്ചിരിക്കുന്നവർ. പൗലോസ് പറഞ്ഞു, അവൻ എന്നെ വിശ്വസം തള്ളി. ദൈവമാണ് അധികാരം കൊടുത്തെങ്കിൽ, ദൈവമാണ് അഭിഷേകം ചെയ്തെങ്കിൽ, ദൈവമാണ് അത് ഡീൽ ചെയ്യുന്നത്. പ്രാർത്ഥിക്കാൻ പോകും. അതുകൊണ്ട് അനുസരിക്കാൻ തയ്യാറായാൽ അത്ഭുതങ്ങൾ നടക്കും. ആമേൻ. അടച്ചിട്ടിരിക്കുന്ന മുറിയെ പ്രതിദാനം ചെയ്യുന്ന എന്താണെന്നറിയാമോ? നീയും നിന്റെ കുഞ്ഞുങ്ങളെ നിനക്കറിയത്തില്ല എന്തോ സംഭവിക്കാൻ പോകുന്നത്. അല്പം കുപ്പിയിലുള്ളൊരു എണ്ണ എങ്ങനെ വലിയ പാത്രങ്ങളിൽ നിറയ്ക്കാൻ കഴിയും. പക്ഷേ വിശ്വസിക്കുക, കർത്താവേ നീ അത്ഭുതം ചെയ്യും. എൻ്റെ ജീവിതത്തിൽ പലപ്പോഴും ഞാൻ കർത്താവേ എല്ലാം ഒന്നും എനിക്ക് പറയാനൊക്കത്തില്ല, എന്നാൽ പോലും ഞാൻ ചിന്തിക്കുകയാണ്
ആ തക്കസൻ എപ്പോഴും പറയും 12 മണിക്കാണ് നിന്റെ വിടുതൽ നടക്കണ്ടെങ്കിൽ 11:59 വരെ ദൈവം അനങ്ങത്തില്ല. പക്ഷെ ആ ഒരു സെക്കൻഡിലായിരിക്കും, അല്ലെ ആ ഒരു ചില സെക്കൻഡുകളായിരിക്കും ദൈവത്തിൻ്റെ കരം തകർന്നിരുന്ന് എൻ്റെ മുമ്പിൽ വഴികളൊന്നും കാണുന്നില്ലെന്ന് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ദൈവം നിനക്ക് വേണ്ടി അത്ഭുതം ചെയ്യും. മാനസാന്തരത്തിൻ്റെ ഒരു ആത്മാവ്, അനുസരണത്തിൻ്റെ ഒരു ആത്മാവ് നിന്നിൽ വ്യാപരിക്കട്ടെ. നിന്റെ കുറ്റമല്ല, നീ പലരോട് പറഞ്ഞു ഞാൻ ഇത്രയും പ്രാർത്ഥിച്ചിട്ട്, ഞാൻ ഇത്രയും ചെയ്തിട്ട് എനിക്കൊന്നും കാണുന്നില്ല. അനുസരണക്കേടുണ്ട്. അനുസരണക്കേടെന്നല്ല, ദൈവം പറഞ്ഞത് അനുസരിച്ചില്ല, മനുഷ്യർ പറഞ്ഞനുസരിച്ച്. പൗലോസ് പറഞ്ഞതിനേക്കാൾ മാലുമിയുടെയും കപ്പലുടമയുടെയും വാക്ക് അവരധികം വിശ്വസിച്ചു. അപ്പോൾ തെക്കൻ കാറ്റ് വന്നു, പിന്നെ ഈശാന പോലെ. ഇപ്പോഴൊക്കെ നമുക്കതെല്ലാം നല്ലതായിട്ടൊക്കെ തോന്നും. പക്ഷെ ദൈവം അവൻ്റെ പ്രവൃത്തി ഇന്നും തുടർന്നുകൊണ്ടിരിക്കുക. ആർക്കും തകർക്കാൻ കഴിയത്തില്ല. അതുകൊണ്ട് ഇന്ന് യേശുവിൻ്റെ നാമത്തിൽ ഇത് കണ്ടുകൊണ്ടിരിക്കുന്നുള്ളവർ, എനിക്കറിയത്തില്ലെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ വലിയൊരു അനുഗ്രഹത്തിൻ്റെ അടുത്ത് നിൽക്കുന്ന ഒരു കുടുംബങ്ങളെ ദൈവനെ കാണിക്കും. തൊട്ടടുത്ത വാഗ്ദത്ത കനാനിനും യോർദാനും, അതായത് ആ തൊട്ട ആതിരിൽ നിൽക്കുന്ന പോലാണ് നീ ആയിരിക്കുന്നിടത്ത്. ദൈവം പറയുന്ന ഒരു വാക്ക് മാത്രം നീ ശ്രദ്ധിച്ച് നീ അനുസരിക്കാൻ തയ്യാറായാൽ അത്ഭുതങ്ങൾ നിന്റെ ജീവിതത്തിൽ നടക്കാൻ തുടങ്ങും. തൊട്ടരികിൽ പരിശുദ്ധ വ്യക്തമായിട്ട് പറയുന്നു, തൊട്ടരികിലാണ് നിൽക്കുന്നത്. നീ ആരുടെ മുമ്പിൽ കൈ നീട്ടാൻ പോകുന്നുണ്ട്? നീ എന്തിനും ആവശ്യമില്ലാത്ത പരസ്യങ്ങളോ കൂടി നീ ഒന്നും കൊടുക്കണ്ട. നീ അവിടെ ഇരുന്നാൽ മതി. നിന്നെ അറിയുന്ന ഒരു ദൈവമുണ്ട്. മരുഭൂമിയിൽ മന്ന പൊഴിച്ചൊരു ദൈവം, പകൽ മേഘസ്തംഭവും രാത്രി അഗ്നിത്തൂണുമായി തൻ്റെ മക്കളെ നടത്തിയ ദൈവം നിനക്ക് വേണ്ടി പ്രവർത്തിക്കും. എനിക്കറിയത്തില്ല ആരോടാണ്. നിനക്ക് വേണ്ടി പ്രവർത്തിക്കുമെന്ന്. നിനക്ക് വേണ്ടി ദൈവം അത്ഭുതം ചെയ്യും. അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന ദൈവത്തിൻ്റെ കരം നിനക്ക് വേണ്ടി പ്രവർത്തിക്കുമെന്ന്. തകർന്നു പോകില്ല. തൊട്ടടുത്താണ് നിന്റെ അനുഗ്രഹം. വേറെ ഒന്നും നീ ചെയ്യണ്ട. ആ വിശ്വാസം മാറ്റിയിട്ട്, കർത്താവേ, അടിയൻ വെറും പാത്രങ്ങൾ വാങ്ങാൻ ഞാൻ തയ്യാറാണ്. കർത്താവേ, ഞാനും എൻ്റെ കുഞ്ഞുങ്ങളും നീ പറഞ്ഞ പോലെ നിന്റെ വ്യവസ്ഥ അനുസരിച്ച് മുറിയിൽ കയറി കഥ അടച്ച് ആ പ്രവൃത്തി ചെയ്യാൻ ഞങ്ങൾ തയ്യാറാണ്. കർത്താവെ, കഴിയുമെങ്കിൽ ഈ പാനപാത്രം എങ്കിലും നിന്റെ ഇഷ്ടം ചെയ്യാൻ ഞാൻ തയ്യാറാണ്. കർത്താവെ, വാളെടുത്ത് വെട്ടുന്ന വിഷയമാണ് എങ്കിലും കർത്താവെ ഞാൻ തയ്യാറാക്കാണ്. ഈ ചാരത്തിൽ നിന്ന് ഇസ്ഹാക്കിനെ ഓർപ്പിക്കാൻ ദൈവത്തിന് കഴിയും. കർത്താവെ, പരിശുദ്ധ മനഃശക്തി കുഞ്ഞുങ്ങളെ തൊടട്ടെ. കണ്ണുനീരോടെ എന്നെ കാണുന്നവരെ ദൈവാത്മാ എന്നെ കാണിക്കുന്നു. ഹൃദയം തകർന്ന് കാണുന്നവരുണ്ട്, വിമർശന ബുദ്ധിയോട് കാണുന്നവരുണ്ട്. അവരെ എല്ലാം അനുഗ്രഹിക്കണേ കർത്താവ്. ഈ വചനം വിടുവിക്കുന്നതാണ്. ദൈവത്തിൻ്റെ ആത്മാവ് ഇങ്ങനെ പറയുന്നത്, 2012 ഞാൻ പൗരുഷണി പ്രസംഗിക്കുമ്പോൾ ഒരു ആൻറ്റി കറുകച്ചാൾ എന്ന് പറഞ്ഞ സ്ഥലത്ത് വെച്ച് ഇത് കണ്ടിട്ടുണ്ട്. ഈ മനുഷ്യൻ എന്തോടോ ഇവിടെ കണ്ടിട്ട് ദൈവദാസനെ പോലൊന്നും. പക്ഷേ വീണ്ടും ദൈവം ആ ചാനലത്തെ സൗകര്യം കൊണ്ട് വെപ്പിച്ചു. അവിടേക്ക് മക്കൾക്ക് കുട്ടികളില്ലായിരുന്നു. അവരെന്നെ വിളിച്ചു, പാസ്റ്റർ, എനിക്ക് ആദ്യം നിങ്ങളെ കണ്ടപ്പോൾ ഇങ്ങനെയൊക്കെ ഒരു പ്രയാസം, പക്ഷേ ഞാൻ ആത്മാവിൽ നിറഞ്ഞു. ഞാൻ പറഞ്ഞു, നിങ്ങൾക്ക് നിങ്ങളുടെ മകൾക്ക് ട്വിൻസിനെ ദൈവം തരാനുണ്ട്, കുഞ്ഞുങ്ങളെ തരാൻ പോയി. എനിക്കിപ്പോൾ അവരെ വിടാമെന്നൊന്നും അറിയത്തില്ല. അത് കഴിഞ്ഞപ്പോൾ അവരുടെ മക്കൾ ആഴ്ചകൾ കഴിഞ്ഞ് വിളിച്ച അമ്മയോട് എനിക്ക് പറയണം, ഞങ്ങൾ പറയാനിരിക്കുമായിരുന്നു. ഞങ്ങൾ ഒരു സ്കാനിങ് കൂടെ കഴിഞ്ഞ് പറയാം, ഞങ്ങൾക്ക് ദൈവം ഇരട്ട കുഞ്ഞുങ്ങളെ. ആ ആൻറ്റി വിളിച്ച് പൗരുഷിണി 2 or 3 എപ്പിസോഡ് സ്പോൺസർ ചെയ്യാനുള്ള പൈസ എനിക്ക് തന്നു. ഞാൻ ഇന്ന് പരിശുദ്ധാമ്മ വിളിച്ച് പറയാം, നീ പരിഹാസം ചുവടുത് കണ്ടാൽ പോലും ദൈവം നിന്നെ സ്നേഹിക്കുന്നുണ്ട്. ദൈവത്തിനെ തള്ളിക്കളയത്തിൽ വിശ്വസിക്കാൻ തയ്യാറായിക്കൂ. ദൈവം അത്ഭുതം ചെയ്യും. കർത്താവെ, അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കും. എല്ലാ നിറവിനാലും കൃപയാലും ദൈവം നിറയ്ക്കും. യേശുവിൻ്റെ നാമത്തിൽ കാണും വരെ സ്വർഗത്തിലെ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. ദൈവം അനുഗ്രഹിക്കട്ടെ. ആമേൻ.